ന്യൂസ് മലയാളം ബിഗ് എക്സ്ക്ലൂസീവ് എൻ എം വിജയന്റെ കുടുംബവുമായി കരാറില്ല എന്ന KPCC അധ്യക്ഷന്റെ വാദം അടപടലം പൊളിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കുടുംബവുമായി ധാരണ ഉണ്ടായിരുന്നതായി വി.ഡി. സതീശൻ ന്യൂസ് മലയാളത്തോട് സ്ഥിരീകരിച്ചു. മുൻ DCC ട്രഷററുടെ ആത്മഹത്യയിൽ ആ കുടുംബത്തോടൊപ്പമാണ് പാർട്ടി നിലകൊണ്ടത്. ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയായിരുന്നു. 2 ഘട്ടങ്ങൾ പരിഹരിച്ചു. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടം എത്തിയപ്പോൾ എന്തിനാണ് കുടുംബം പരാതിയുമായി വന്നതെന്നറിയില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പാർട്ടി അവിടെ സ്വീകരിച്ചതാണ്. 2 സ്റ്റെപ്പ് കഴിഞ്ഞു, 1 സ്റ്റെപ്പും കൂടിയേ ഉള്ളൂ. അപ്പോൾ അവരെന്താണ് പരാതി പറഞ്ഞതെന്ന് അന്വേഷിക്കണം, എനിക്കറിയില്ല. ഞങ്ങൾ പരാതി പരിഹരിക്കുകയാണല്ലോ, അതുകൊണ്ടാണല്ലോ അതിൻ്റെ അകത്തൊരു ധാരണ അവരുമായിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് പല ഘട്ടങ്ങളിലായി തീർക്കേണ്ട കാര്യമാണ്. എനിക്ക് പല അഭിപ്രായങ്ങളും ആ കാര്യത്തിലുണ്ട്, ഞാനിപ്പോൾ പറയുന്നില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കൂടി എനിക്ക് ഈ കാര്യത്തിലുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ പാർട്ടിയാണ് ഒരു ധാരണ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഞങ്ങളെല്ലാം അതിൻ്റെ കൂടെ നിന്നു. അങ്ങനെ പാർട്ടി ഒരു സ്റ്റെപ്പ് അത് പരിഹരിച്ചു, 2ാമത്തെ സ്റ്റെപ്പ് അത് പരിഹരിച്ചു, 3ാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ വീണ്ടും അവർക്ക് പരാതി ഉണ്ടാകാൻ കാര്യം എന്താണെന്ന് അന്വേഷിക്കാം. അനിൽ ജോർജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനിൽ, എന്തായാലും KPCC അധ്യക്ഷന്റെ നിലപാടിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു വാദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്? മുൻ DCC ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനുശേഷം കുടുംബവുമായി കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ആ ധാരണ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തു വരികയായിരുന്നു. എന്നാൽ ഈ ധാരണ സംബന്ധിച്ച് തനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്, മറ്റു ചിലർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പക്ഷേ ധാരണയുണ്ടാക്കിയത് പാർട്ടിയാണ്. പാർട്ടി അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയപ്പോൾ ആ ധാരണയ്ക്കൊപ്പം തങ്ങൾ നിലയുറപ്പിക്കുകയായിരുന്നു, അങ്ങനെ തന്നെ മുമ്പോട്ട് പോവുകയായിരുന്നു. എങ്കിലും തനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ താൻ അത് പരസ്യമായി പറയുന്നില്ല എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. പക്ഷേ എന്താണെങ്കിലും ധാരണ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് എതിരഭിപ്രായമില്ല. അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കുകയും അതിൽ 3 ഘട്ടങ്ങളായി കാര്യങ്ങൾ ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നതെന്നും അതിൽ 1ഉം 2ഉം ഘട്ടങ്ങൾ പൂർത്തിയാക്കി എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. 3ാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ, അതായത് അവസാന ഘട്ടത്തിലേക്ക് വരികയും അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലൊരു പരാതിയുമായി കുടുംബം വന്നതെന്നും അതെന്താണ് അതിൻ്റെ കാരണമെന്ന് തനിക്കറിയില്ല എന്നും അത് പരിശോധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഒപ്പം KPCC പ്രസിഡന്റ് ഇങ്ങനൊരു കരാറില്ലല്ലോ, ധാരണയില്ലല്ലോ എന്നതിനെക്കുറിച്ച് എന്ന അഭിപ്രായമാണല്ലോ പറഞ്ഞത് എന്ന ചോദ്യത്തിന് അത് തനിക്കറിയില്ലാത്ത KPCC പ്രസിഡന്റ് എന്താണ് അങ്ങനെ പറഞ്ഞത് തനിക്കറിയില്ല എന്ന മറുപടിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും ഈ മുൻ DCC ട്രഷറുടെ കുടുംബവുമായി ധാരണയുണ്ടാക്കി, അത് പാർട്ടി തന്നെയാണ്, കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അത്തരത്തിലൊരു ധാരണയുണ്ടാക്കിയതെന്നും അതിൻ്റെ ഭാഗമായി മാറി അതിനോടൊപ്പം ചേർന്ന് മുമ്പോട്ട് പോവുകയായിരുന്നു നേതാക്കൾ എല്ലാവരുമെന്നും അതിനനുസരിച്ചുള്ള ആ ധാരണയ്ക്കനുസരിച്ചുള്ള നടപടികളാണ് ഘട്ടം ഘട്ടമായി മുമ്പോട്ട് കൊണ്ടുപോയതെന്നും പ്രതിപക്ഷ നേതാവ് മറ്റ് യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം പറയുകയും ചെയ്തു. ശരി അനിൽ.